ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LDCയിലെ കലാ കായിക സാഹിത്യ സംസ്കാരത്തിലെ പാർട്ട് 9th സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുകയല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡോക്ടർ സുനന്ദ നായർ, കല്യാണിക്കുട്ടി അമ്മ എന്നിവർ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി ഭരതനാട്യം, ഓപ്ഷൻ ഡി കുച്ചിപ്പുടി. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മോഹിനിയാട്ടമാണ്. ഡോക്ടർ സുനന്ദ നായർ എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിൽ PG നേടിയിട്ടുള്ള ആദ്യ വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ഡോക്ടർ സുനന്ദ നായർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കല്യാണിക്കുട്ടി അമ്മ കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ ബാച്ചിലത്തെ വിദ്യാർത്ഥി ആയിട്ടുള്ള ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത്? കല്യാണിക്കുട്ടി അമ്മ ഉണ്ടായിരുന്നത്. ഇനി മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത കല കൂടിയാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് പുരുഷന്മാർക്ക് കൂടി അവതരിപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്വാതി തിരുനാൾ രചിച്ചിട്ടുള്ള പദങ്ങളും വർണ്ണനകളും ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ മോഹിനിയാട്ടത്തെ വളർത്തിയെടുത്ത് കലാമണ്ഡലത്തിൻ്റെ വരവോട് കൂടിയാണ്. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സുനന്ദ നായരും കല്യാണിക്കുട്ടി അമ്മയും ഏത് കലയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്? മോഹിനിയാട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദാസിയാട്ടം എന്ന് വിളിക്കുന്ന കലാരൂപം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ കഥകളി, ഓപ്ഷൻ ബി കുച്ചിപ്പുടി, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി ഭരതനാട്യം. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ സി മോഹിനിയാട്ടമാണ്. അപ്പോൾ ദാസിയാട്ടം എന്ന് വിളിക്കുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് ദാസി എന്ന് വിളിക്കുന്ന കലാരൂപം. ഓർത്ത് വെച്ചോളുക. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന രസം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ഹാസ്യം, ഓപ്ഷൻ ബി വീരം, ഓപ്ഷൻ സി ശൃംഗാരം, ഓപ്ഷൻ ഡി രൗദ്രം. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? അപ്പം മോഹിനിയാട്ടത്തിലുള്ള അടിസ്ഥാന രസം ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിലെ അടിസ്ഥാന രസമായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ കലകളുടെ എല്ലാം അടിസ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും എല്ലാ കഥകളും ഉണ്ടായിരിക്കാം. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ കലകളുടെയും പ്രാഥമിക വികാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ശൃംഗാരം തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഈ ക്ലാസിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ നർത്തകർ എല്ലാവരും ശൃംഗാരത്തെ എന്താണ് വിളിക്കുന്നത്? എല്ലാ രസങ്ങളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശൃംഗാരം എന്ന് പറയുന്നതാണ് മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന രസം. ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം. ബാക്കിയുള്ളതൊക്കെ എക്സ്ട്രാ നോളേജായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ PSC LDCയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായി അംഗീകരിക്കാത്ത കലാരൂപം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ഭരതനാട്യം, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി ചാക്യാർകൂത്ത്. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെടാത്തത്, അതായത് കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ നൃത്തരൂപമായി അംഗീകരിക്കാത്ത ഏത് കലാരൂപമായിരുന്നു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ചാക്യാർകൂത്താണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമ്മളുടെ കേന്ദ്ര സംഗീത നാടക അക്കാദമി 8 കലാരൂപങ്ങളെയാണ് എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ക്ലാസിക്കൽ കലാരൂപങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇനി വരുന്ന സ്ലൈഡിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലാസിക്കൽ കലാരൂപങ്ങൾ
കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ചിട്ടുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് 3 കലാരൂപങ്ങളാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ ബാക്കിയുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഭരതനാട്യമാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് രചിച്ചിട്ടുള്ള അഭിനയ ദർപ്പണമാണ് ഏതെന്ന് പറയുന്നത്? ഭരതനാട്യം എന്ന് പറയുന്നത്. അതേപോലെ 6-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ എന്തുണ്ട്? ഭരതനാട്യം തുടങ്ങിയിട്ടുണ്ട്. പല്ലവ ചോള രാജവംശങ്ങളാണ് ഈ കലാരൂപത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൽ ആദ്യ പാദത്തിൽ ചിന്നയ്യ സഹോദരങ്ങളാണ് ഭരതനാട്യം പരിഷ്കരിച്ചത്. അപ്പോൾ നാട്യശാസ്ത്രത്തിൽ ഭരതമുനിയുടെ അതിൻ്റെ ബേസിൽ രചിക്കപ്പെട്ടിട്ടുള്ള അഭിനയ ദർപ്പണത്തിൻ്റെ ബേസിലാണ് എന്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഭരതനാട്യം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭരതനാട്യത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തമിഴ്നാടാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി അടുത്തത് നമ്മൾ ഏതാണ്? കഥകളിയാണ്. കഥകളി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രീയ നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഥകളിയിൽ പ്രശസ്തരായിട്ടുള്ളത് നവാബ് വാജിദ് അലി ഷാ, പണ്ഡിറ്റ് താക്കൂർ പ്രസാദി എന്നിവരാണ് കഥകിൻ്റെ ആധുനിക രൂപത്തിൻ്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത്. കഥകിൻ്റെ സംഗീത രചന നടത്തിയിരിക്കുന്നത് ഹിന്ദിയിലും വജ്രഭാഷയിലുമാണ് കഥകിൻ്റെ സംഗീതവും കാര്യങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് അവിടെയുള്ളത് ഏതാണ്? കഥകളിയാണ്. കഥകളിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിന് മുന്നിലുള്ള വീഡിയോസിലൊക്കെ കഥകളീനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള ദൃശ്യ കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയുന്നത്. പിന്നെ രാമനാട്ടം എന്ന കലാരൂപത്തെ പരിഷ്കരിച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? കഥകളി ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഏതാണ്? 3 കലാരൂപങ്ങളെ കുറിച്ചിട്ടാണ്. 3 കേന്ദ്ര സാഹിത്യ നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 3 ക്ലാസിക്കൽ കലാരൂപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഭരതനാട്യം, കഥക്, കഥകളി. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഏതാണ്? ഭരതനാട്യം ജന്മം കൊണ്ട സ്ഥലം എവിടെയായിരുന്നു? നമ്മുടെ തമിഴ്നാടാണ്. പിന്നെന്താണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ ബേസിലാണ് ഭരതനാട്യം നമ്മൾ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവതരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഥക് ഉത്തരേന്ത്യയിൽ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു നൃത്തരൂപമാണ് കഥക് എന്ന് പറയുന്നത്. കഥകളി കേരളത്തിൻ്റെയുമാണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് 4ാമത്തെ ഏതാണ്? കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശത്തിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് എന്ത് പിറവി കൊണ്ടത്? കുച്ചിപ്പുടി പിറവി കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? ഇനി മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് കേരളത്തിൻ്റെ ലാസ്യ നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മലയാളത്തിൽ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് എന്തെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാർക്ക് കൂടിയിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണനകളും തില്ലാനകളും തന്നെയാണ് ഇന്നും മോഹിനിയാട്ടം വേദികളിൽ കൂടുതലായിട്ടും അവതരിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ മോഹിനിയാട്ടത്തെ വളർത്തിയെടുത്തത് കലാമണ്ഡലത്തിൻ്റെ വരവോട് കൂടി തന്നെയാണ്. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ഏതാണ്? മണിപ്പൂരിനെ കുറിച്ചിട്ടാണ്. മണിപ്പൂരി എന്ന് പറയുന്നത് രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ, രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മോഹനഭാവങ്ങൾ ഉണർത്തുന്ന നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്. വടക്കുകിഴക്കേ ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ ആവിഷ്കാര രൂപമാണ് ഏതെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്. സംഗീതവും അഭിനയവും നൃത്തവും കലർന്നതാണ് എന്തെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്രാഞ്ച് എന്ന സ്ഥലത്തെ വളരെ പ്രചാരത്തിലുള്ള നൃത്ത നാടകം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്. ആൺകുട്ടികൾ ഗോപികമാരുടെ വേഷം കെട്ടിയിട്ട് കൃഷ്ണനായിട്ടും വേഷം കെട്ടിയിട്ട് നർത്തകർക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്.
മനസ്സിലായില്ല, നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? മണിപ്പൂരി, അതേപോലെ കുച്ചിപ്പുടി, പിന്നെ ഏതായിരുന്നു? മോഹിനിയാട്ടം ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, കുച്ചിപ്പുടി ഉത്ഭവിച്ചത്. മോഹിനിയാട്ടം കേരളത്തിൻ്റെ ഒരു ലാസ്യ കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത് രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മോഹനഭാവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? മണിപ്പൂരി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏഴാമത്തെ ഏതാണ്? ഒഡീസിയാണ്. ഒഡീസി എന്ന് പറയുന്നത് ഒഡീഷയിൽ ഉത്ഭവിച്ചിട്ടുള്ള ഇന്ത്യൻ നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീസി എന്ന് പറയുന്നത് ചലിക്കുന്ന ശില്പം എന്നാണ് ഒഡീസി നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒഡീസിയിലെ ഉദയഗിരി താഴ്വാരയാണ് ഈ നർത്തകരുടെ ഉത്ഭവ സ്ഥലമെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ പുരി ക്ഷേത്രം ഒഡീസിയുടെ നാട്യകുലമായി കണക്കാക്കുന്നു. അപ്പോൾ ഒഡീസി എന്ന് പറയുന്നത് ഒഡീഷയിൽ ഉത്ഭവിച്ചിട്ടുള്ള ഇന്ത്യൻ നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീസി എന്ന് പറയുന്നത് ചലിക്കുന്ന ശില്പം എന്നാണ് ഒഡീസി നൃത്തരൂപത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒഡീഷയിലെ ഉദയഗിരി താഴ്വാരത്തിലാണ് ഈ നർത്തകരുടെ ഉത്ഭവസ്ഥാനം എന്ന് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ പുരി ക്ഷേത്രം ഒഡീസിയുടെ നാട്യകുലമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ്? സാത്രിയ. സാത്രിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? സാത്രിയ എന്ന് പറയുന്നത് അസാമിൽ ബ്രഹ്മപുത്ര നദികളുടെ നടുവിലായിട്ടുള്ള മാഞ്ചുരി ദ്വീപിലാണ് ഈ നൃത്തരൂപം ആവിർഭവിച്ചത് എന്നാണ് കരുതുന്നത്. അപ്പോൾ സാത്രിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? സാത്രിയ എന്ന് പറയുന്നത് അസാമിലെ ബ്രഹ്മപുത്ര നദികളുടെ നടുവിലായിട്ടുള്ള മാഞ്ചുലി ദ്വീപിലാണ് ഈ നൃത്തരൂപം ആവിർഭവിച്ചിട്ടുള്ളത് എന്നും പറയുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സാത്രിയ എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഇതിലെ ഏത് സംസ്ഥാനവുമായിട്ടാണ് സാത്രിയ എന്ന നൃത്തരൂപം ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പോൾ സാത്രിയ എന്ന് പറഞ്ഞിട്ടുള്ള നൃത്തരൂപം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആസാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നൃത്തരൂപമാണ് സാത്രിയ എന്നുള്ളത്. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ അത് കാരണം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഓർത്ത് വയ്ക്കുക കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേളു ചരൺ മഹാപാത്ര ഏതു കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻ എ സാത്രിയ, ഓപ്ഷൻ ബി മണിപ്പൂരി, ഓപ്ഷൻ സി ഒഡീസി, ഓപ്ഷൻ ഡി കഥക്. ഇതിലേതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കേളു ചരൺ മഹാപാത്ര ഏതു കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ എ ആയിട്ടുള്ള സാത്രിയ ആയിട്ടാണോ, ഓപ്ഷൻ ബി ആയിട്ടുള്ള മണിപ്പൂരി ആയിട്ടാണോ, ഓപ്ഷൻ സി ആയിട്ടുള്ള ഒഡീസി ആയിട്ടാണോ, ഓപ്ഷൻ ഡി ആയിട്ടുള്ള കഥക് ആയിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒഡീസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? കേളു ചരൺ മഹാപാത്ര എന്ന് പറയുന്നത്. കേളു ചരൺ മഹാപാത്ര എന്ന് പറയുന്ന ഒരു ഇതിഹാസ ഇന്ത്യൻ ക്ലാസിക്കൽ നർത്തകിയാണ്, ഗുരുവാണ്, ഒഡീസി നൃത്തത്തിൻ്റെ വക്താവാണ് ആരെന്ന് പറയുന്നത്? കേളു ചരൺ മഹാപാത്ര എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ അതേപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രീയ നൃത്തരൂപത്തെ പുനരുജ്ജീവിപ്പിക്കുകയും അതേപോലെ തന്നെ ജനപ്രിയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കേളു ചരൺ മഹാപാത്ര എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നിട്ട് ആദ്യമായിട്ട് പത്മവിഭൂഷൺ ലഭിക്കുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? കേളു ചരൺ മഹാപാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കേളു ചരൺ മഹാപാത്ര റിലേറ്റ് ചെയ്തിട്ടുള്ള നൃത്തരൂപം ഏതാണ്? ഒഡീസിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതാണ് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ചുവടുവയ്പ്പുകൾക്ക് പ്രാധാന്യമുള്ള കലാരൂപം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ചവിട്ടുനാടകം, ഓപ്ഷൻ ബി അർജുന നൃത്തം, ഓപ്ഷൻ സി പൊറോട്ട നാടകം, ഓപ്ഷൻ ഡി യക്ഷഗാനം. ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്?
അപ്പോൾ ചുവടുകൾക്ക് പ്രാധാന്യമുള്ള നൃത്തരൂപം ഏതാണ്? ഓപ്ഷൻ എ ചവിട്ടുനാടകമാണ് ചുവടുകൾക്ക് പ്രാധാന്യമുള്ളത്. ഇനി ഇതെന്ന് പറയുന്നത്, ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്, ചവിട്ട് നാടകം എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് തൊട്ടിട്ട് ചാവക്കാട് മുതൽ തെക്കു കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ ലത്തീൻ കത്തോലിക്കക്കാരുടെ ഇടയിലാണ് ഈ കലാരൂപം പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചവിട്ട് നാടകം എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ മാത്രം പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ഏതെന്ന് പറയുന്നത് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. പിന്നെ ഇത് തീരപ്രദേശങ്ങളിൽ, അതായത് വടക്ക് ചാവക്കാട് മുതൽ കൊല്ലം വരെ ഉള്ള തീരപ്രദേശങ്ങളിലുള്ള ലത്തീൻ ക്രൈസ്തവരുടെ കത്തോലിക്കക്കാരുടെ ഇടയിൽ മാത്രമാണ് ഈ കലാരൂപം പ്രചാരത്തിലും ഉള്ളത്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ, ചവിട്ട് നാടകത്തിന് പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കോട്ടയം. ഇതിൽ ഏത് ജില്ലയിലാണ് ചവിട്ട് നാടകം പ്രചാരമുള്ള ജില്ല എന്ന് പറയുന്നത്? അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ചവിട്ട് നാടകത്തിന് പ്രചാരമുള്ള ജില്ല എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ചവിട്ട് നാടകത്തിന് പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. ചുവടുകൾക്ക് പ്രാധാന്യമുള്ള നൃത്തരൂപം ഏതാണ്? ചവിട്ട് നാടകവുമാണ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി കോട്ടയം. ഇതിൽ ഏത് ജില്ലയിലാണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത്? അപ്പോൾ അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ളത്. ഈ അർജുന നൃത്തം എന്ന് പറയുന്നത് ഭഗവതി ക്ഷേത്രങ്ങളിൽ പുരുഷ കലാകാരന്മാർ ചെയ്യുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്. അർജുന നൃത്തം എന്ന് പറയുന്നത് ആയോധന വിദ്യയിലെന്ന പോലെ നൃത്ത സംഗീതാദി കലകളിലും നിപുണരായ അർജുന ഭദ്രകാളി പ്രീതിക്കായി നടത്തിയ നൃത്തമാണിതെന്നാണ് വിശ്വാസം. അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. മയിൽപ്പീലികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള വസ്ത്രം ധരിച്ചായിരിക്കും. ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഈ അർജുന നൃത്തം ചെയ്യുന്ന കലാകാരന്മാരുടെ ഡ്രസ്സ് കണ്ടോ, മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, നൃത്തവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? കോട്ടയം ജില്ലയിലാണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ളത്. ഭഗവതി ക്ഷേത്രത്തിലാണ് പുരുഷ കലാകാരന്മാർ ചെയ്യുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഏതെന്ന് പറയുന്നത് അർജുന നൃത്തം എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനാണ്, മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പൊറോട്ടോ നാടകം, ഓപ്ഷൻ ബി യക്ഷഗാനം, ഓപ്ഷൻ സി പാവകളി, ഓപ്ഷൻ ഡി ചവിട്ടുനാടകം. മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പൊറോട്ട നാടകമായിട്ടാണോ, യക്ഷഗാനവുമായിട്ടാണോ, പാവകളിയായിട്ടാണോ, ചവിട്ടുനാടകവുമായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്? അപ്പോൾ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാവകളിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ പാവകളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവകളെ ഉപയോഗിച്ച് ഒരു കഥയെ വ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പാവകളി സമ്പ്രദായം എന്ന് പറയുന്നത്. അധികമോ കലാകാരന്മാരോ പാവകളെ കൊണ്ട് ചലിപ്പിക്കുകയും എന്നിട്ട് അതുമായിട്ട് കഥ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പാവകളി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് എന്തെന്ന് പറയുന്നത് പാവകളി എന്ന് പറയുന്നത്. ഇത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പാവകളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാകാരിയാണ് ആരെന്ന് പറയുന്നത് മൂഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസാണ് കലാ കായിക സാഹിത്യ സംസ്കാരത്തിൻ്റെ
കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡോക്ടർ സുനന്ദ നായരും കല്യാണിക്കുട്ടി അമ്മയും ഏത് കലയുമായിട്ടായിരുന്നു ബന്ധപ്പെട്ട് കിടക്കുന്നത്? മോഹിനിയാട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ദാസിയാട്ടം എന്ന് വിളിക്കുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടത്തെയാണ് ദാസിയാട്ടം എന്നുകൂടി വിളിക്കുന്നത്. പിന്നെ മോഹിനിയാട്ടത്തിൽ മെയിനായിട്ടുള്ള അടിസ്ഥാന രസം ഏതായിരുന്നു? ശൃംഗാരം രസമാണ് മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന രസം എന്ന് പറയുന്നത്. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ നൃത്തരൂപമായിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള 8 കലാരൂപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഭരതനാട്യം, കഥക്, പിന്നെ കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മണിപ്പൂരി, ഒഡീസി, പിന്നെ ഏതായിരുന്നു? സാത്രിയ. ഇതൊക്കെയായിരുന്നു 8 കലാരൂപങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏതാ ചോദിച്ചത്? സാത്രിയ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? സാത്രിയ ആസാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നൃത്തരൂപമാണ് സാത്രിയ എന്ന് പറയുന്നത്. പിന്നെ കേളൂച്ചരൺ മഹാപാത്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള കലാരൂപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരനാണ് ആരെന്ന് പറയുന്നത്? കേളൂച്ചരൺ മഹാപാത്ര എന്ന് പറയുന്നത്. പിന്നെ ചുവടുകൾക്ക് പ്രാധാന്യം നൽകുന്ന കലാരൂപം ഏതാണ്? ചവിട്ടുനാടകമാണ് ഏത് ചുവടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു കലാരൂപം എന്ന് പറയുന്നത്. അത് പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? കോട്ടയം ജില്ലയിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. പിന്നെ അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു. കോട്ടയം ആണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്നത്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതാണ്. ഏതാണ്? പാവകളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? മൂഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്നത്. ഇത്ര ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക് യു.